ഹായ് സുഹൃത്തുക്കളെ, ലോകമെമ്പാടുമുള്ള ഏവർക്കും ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ നമ്മളിന്ന് ക്രിസ്മസ് ആയിട്ട് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാട്ടോ. കുറച്ച് കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് കണ്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ അതിനെ ഒരു 1-2 റിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് 8mm കമ്പി ഉപയോഗിച്ചിട്ട് വളച്ച് റിങ് ആക്കുകയാണ്. അപ്പോൾ ആ ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ റിങ് ഒടിക്കുന്ന പരിപാടിയിലാണ്. റിങ് ഒടിച്ച് കഴിഞ്ഞിട്ട് 2 റിങ് വേണം. ഒന്ന് താഴത്തേക്ക് നല്ല കുറച്ച് വലിയൊരു 10 ഇഞ്ചിൻ്റെ റിങ്ങും, പിന്നെ താഴേക്ക് ഏറ്റവും മുകളിലേക്കൊരു 4 ഇഞ്ച് വീതിയുള്ള റിങ്ങും കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കമ്പിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ റിങ് അതിൽ സെറ്റാക്കാണ്ട് കേട്ടോ. അപ്പോൾ റിങ് റെഡിയാക്കാണ്. റിങ്ങൊക്കെ റെഡിയാക്കി വെച്ചിന്. ഇനി നമുക്ക് കമ്പികളെ ചെറിയ 4 ഇഞ്ചിൻ്റെ റിങ് റെഡിയായി. 8 ഇഞ്ചിൻ്റെ റിങ് ആദ്യം റെഡിയാക്കിയാണ് കേട്ടോ. അതിതാ ഒരു 3 കമ്പി സെറ്റാക്കി വെച്ചിട്ട് ആ 3 കമ്പിൻ്റെ ഒരു കമ്പി കുറച്ച് നീളം കൂടുതലും ബാക്കി 2 കമ്പി ഒരേ ഹൈറ്റിലും വെച്ചിട്ടേ ഏറ്റവും അടിയിലൊരു റിങ് ആ 10 ഇഞ്ചിൻ്റെ റിങ് കെട്ടി റൗണ്ടാക്കി അതിൻ്റെ മുകളിൽ കൂടെ 4 ഇഞ്ചിൻ്റെ റിങ് ഇറക്കിയിട്ട് അതും കെട്ടുകമ്പിയൊക്കെ ഇട്ടിട്ടാട്ടോ കെട്ടണേ. ഇത് സംഭവം ഇത് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും, പക്ഷേ നമ്മൾ ഉണ്ടാക്കണതാണല്ലോ അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ അതൊക്കെ ഏകദേശം റെഡി ആണ്. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ട ലൈറ്റും കാര്യങ്ങളൊക്കെ ജോയിൻ്റ് ചെയ്യണ പരിപാടിയിലാണ് കേട്ടോ. ഒക്കെ ജോയിൻറ്റിങ് ആണ്, ഒക്കെ ഇൻസുലേഷൻ ചെയ്തിട്ട് സേഫ്റ്റിയൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റാർ സെറ്റ് ചെയ്തിന്. സ്റ്റാറൊക്കെ തൂക്കി റെഡിയാക്കി നമുക്ക് കളർഫുൾ ആക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ എന്നെ ഇതുവരെ ഇനിയും ആരും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഒന്നും മറന്നു പോകണ്ട. അപ്പോൾ സ്റ്റാറിൻ്റെ മുകളിൽ നമ്മൾ എല്ലാ പരിപാടികളും സെറ്റാക്കി ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി പുൽക്കോടൊക്കെ റെഡിയാക്കണ പരിപാടി കേട്ടോ. ഇപ്പോൾ പുൽക്കോടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി സ്റ്റാർ അപ്പുറത്ത് റെഡിയാക്കിയാണ്. അങ്ങനെയുള്ള ഓരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജഗപൊക പരിപാടി കേട്ടോ. ഇന്ന് തന്നെയാണിത് സെറ്റ് ചെയ്യണത്. എല്ലാവരും ഒരു ആഴ്ച മുന്നൊക്കെ സെറ്റ് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പിന്നെ ക്രിസ്മസ് ഇന്നാണല്ലോ നടക്കണത്. അപ്പോൾ ഇന്നാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് ഉണ്ണിയേശനൊക്കെ അതിൻ്റെ ഉള്ളിൽ സെറ്റാക്കുക കേട്ടോ. ചെറിയൊരു പുൽക്കൂട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട്. അപ്പോൾ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. അത് വിചാരിച്ച് ആരും കാണാതെയും ലൈക്ക് ചെയ്യാതെയും പോകരുത് കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യണേ. കുറച്ച് കഷ്ടപ്പാടുണ്ട്, കുറച്ച് നേരത്തെ പണിയാണെങ്കിലും കുറച്ച് കഷ്ടപ്പാടുള്ള പണി കേട്ടോ ഇതൊക്കെ. ഉണ്ടോ, ഫുള്ള് കളർഫുള്ളാക്കി. പുൽക്കൂടിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ മിന്നൺ ലൈറ്റായിട്ട് വെച്ച്. അപ്പോൾ വലിയ ക്ലിയർ ഇല്ല, എന്നാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഞങ്ങൾ. ഫുള്ള് കളർഫുള്ളാക്കി വെച്ചിട്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണൂല അങ്ങോട്ട്. അതിന് നോക്കട്ടെ വേറെ എന്തെങ്കിലും ലൈറ്റ് സെറ്റ് ചെയ്യണം. ഇതാണ് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. പുൽക്കോട് ഉണ്ണിയേശം അത് നല്ല സുന്ദരമായിട്ട് കിടക്കണം കേട്ടോ. വശത്തുണ്ടാക്കിയതാണ്. അപ്പോൾ എന്ത് തന്നെ ആയാലും സംഗതി ഏകദേശം നമ്മളുണ്ടാക്കിയോണ്ട് പറയില്ല, അടിപൊളിയാണ് കേട്ടോ. ഫുള്ള് ചെറിയ മിന്ന ലൈറ്റും പിന്നെ പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നൊരു ചെറിയൊരു വേറെ ലൈറ്റുണ്ട്, മിന്നി മായുന്നൊരു ലൈറ്റ്, അതും വെച്ചിന് ഒരു സ്റ്റാറും ഫിറ്റ് ചെയ്തിട്ടോ. അപ്പോൾ എന്തായാലും ക്രിസ്മസ് ആഘോഷിക്കാം കേട്ടോ നമുക്ക് എല്ലാവർക്കും. ഓക്കെ.